വ്ളോഗ് വീഡിയോ വന്നത് കുറച്ച് ദിവസമായി നിർത്തിയിട്ടാ തന്നെ മറ്റേ പെട്രോൾ പോകല്ലേ ഡീസൽ പോകും. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനലില് കുറെ കാലത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗ് വരികയാണ്. വ്ളോഗ് വരികയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലബിലെ എല്ലാ മെമ്പേഴ്സും കൂടെ, എല്ലാ ചെക്കന്മാരെല്ലാവരും കൂടെ ഞങ്ങള് പാലക്കാട് ജില്ലയിൽ തന്നെ കൊല്ലങ്കോട് എന്ന് പറയുന്ന കിടക്കൻ സ്പോട്ടില് നമുക്ക് നമ്മുടെ ടീമിൽ ഒരാൾക്ക് കളവുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വെള്ളരിമേടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു എക്സ്ക്ലൂസീവ്, ആരും കാണാത്ത ഒരു പുതിയൊരു സ്ഥലമാണ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ചെറിയൊരു കളം. അപ്പൊ ഞങ്ങൾ ഇന്ന് അതിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കാറൊക്കെ എടുത്തപ്പോ ഫുഡും നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറപ്പെടുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇപ്പൊ ഉള്ളത് അജാദ്, വിഷ്ണു, സാദ്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ ഇപ്പൊ പോകുന്നത്. ബാക്കി ടീംസ് കാര്യങ്ങളൊക്കെ എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ, രാവിലെ ആയിട്ടേ ഉള്ളൂ. രാവിലെ എത്ര മണി? ഇപ്പൊ 9:30 ആയിട്ടുള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് അടിപ്പരണ്ട നെന്മാറ റൂട്ടിലൂടെ ഇന്നേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് എന്ത് സാധനം വാങ്ങണമെങ്കിലും നെന്മാറ അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 5 കിലോമീറ്റർ അടുത്തോളം പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു സിറ്റി ടൗൺ കിട്ടുള്ളൂ. ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വില ഏറ്റവും നല്ല വെടിക്കെട്ടുള്ള സ്ഥലം ഞങ്ങളുടെ വീട് അവിടെയാണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പൈസ ഗജാഞ്ചി അയച്ചു തന്നാ ഞാൻ അവിടെ പോയിട്ട് അയച്ചേരുന്ന അവിടെ പോയിട്ട് ക്യാഷ് എത്രയാണെന്ന് ഗൂഗിൾ പേ ചെയ്യോ? അപ്പൊ ചിക്കന്റെ കാര്യം അത് ചിക്കൻ നമ്മള് മറ്റോടെ പോയി വാങ്ങണം. എവിടെ? കിളിയല്ലി പോയി വാങ്ങണം. ജോയിൻ ദിവസം വിളിച്ചു പറഞ്ഞു. പിന്നെ ആള് പറഞ്ഞു കോഴിയായിട്ട് എടുക്കണ്ട, ചിക്കനായിട്ട് എടുത്താൽ മതി. അപ്പൊ അതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് ആക്കി തരാം. അപ്പൊ നമ്മള് നെന്മാറ എത്തിയിരിക്കുകയാണ്. ടൗണിലോട്ട് കടന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും ടൗണിലോട്ട് കടന്നിരിക്കുകയാണ്. ഇതാണ് നെന്മാറ മൊക്ക് സ്റ്റാൻഡ്. അങ്ങനെ 2 പ്രസിദ്ധ സ്ഥലങ്ങളാണ് നെന്മാറയിലുള്ളത്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ വടക്കഞ്ചേരി, ഇവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ പാലക്കാട്, കൊടുവായൂര് അങ്ങനെയുള്ള രീതിയിൽ. ഡീസൽ അടിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. തണ്ണിമത്തനൊക്കെ എടുത്തോ? പ്രോപ്പറായി കിട്ടണം. 4 കിലോക്ക് എന്തൊക്കെ വേണം? അത് ജിഗിലിന്റെ അമ്മയുടെ നമ്പർ ഉണ്ടോ? ജിഗിലിന്റെ അമ്മയല്ലേ വെക്കാൻ പോകുന്നത്. അമ്മന്റെ കൂടെ ചികില് പോയിട്ടുണ്ട്. ചികിലിന്റെ അമ്മനെ വിളിച്ചിട്ട് കിട്ടുള്ളതാണ് പറഞ്ഞത്. ഓ, അപ്പൊ അങ്ങനെയാണോ? രാവിലെ ചികിലിനെ വിളിക്കണ്ടായിരുന്നു കളിക്കാൻ പോകാൻ വേണ്ടിട്ട്. ഇതാ ജിഗില് ഫോൺ എടുക്കില്ല പറയണ്. അത് രാവിലെ വന്നിട്ടുള്ള ചിക്കൻ ഷോപ്പ് കുറച്ച് ഡിസ്കൗണ്ടിന് വേണ്ടി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങാനായിട്ട് ഞങ്ങള് നെന്മാറ കിളിയല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അതായിട്ടാണ് പോകുന്നത്. 100 രൂപ ഡിസ്കൗണ്ടിന് വേണ്ടി ഞങ്ങൾ 250 രൂപ പെട്രോൾ അടിച്ചിട്ടാ പോകുന്നത്. മറ്റേ അതിന് വേറൊരു സാധനം അറിയണ്ടല്ലോ അജു. ഏത് എന്റെ ഇച്ഛ നിങ്ങൾ പോലീസുകാരനെ പേടിച്ച് റൂമിൽ ഒതുക്കുന്ന ആളാന്ന് വിചാരിച്ചു. പണ്ട് നാട് വിട്ടു. പുളിഞ്ചോട് ഒരു നീല ഗ്ലാമർ, പുളിഞ്ചോട് ഒരു നീല ഗ്ലാമർ, പുളിഞ്ചോടിലൊരു വലിയൊരു വളവിൽ നീല ഗ്ലാമർ. ഇതാണ് ലൊക്കേഷൻ. അതാ പുളിഞ്ചോട്. എവിടെ? പുളിമരല്ലേ? പോണാണോ? ജംഗ്ഷനാണ് പറഞ്ഞ എടാ നീല ഗ്ലാമർ. യെസ്, ചിക്കൻ സെന്റർ. ചിക്കൻ കട എത്തി ഗൈസ്. ചിക്കൻ കട പൂട്ടിയിരിക്കുന്നതാ? അല്ല, അതുണ്ട്.
സാധാരണ എന്താ ചെയ്യാ? വെട്ടാണ്ട് കൊടുത്താൽ ചെയ്യാം. അതെ. ചിക്കനെ ഗ്രേവിക്കാകുമ്പോൾ വെട്ടാണ്ട് ഇടുക ചെയ്യാം. ഇപ്പൊ ഓണായത് അപ്പൊ നമ്മൾ 4 കിലോ ചിക്കൻ വാങ്ങിച്ചു. ഇനി അടുത്ത 4 കിലോ ചിക്കൻ 10 പേർക്ക് തികയോന്നൊന്നും അറിയില്ല. എടാ അജു മുന്നിൽ പോണ റിയാസ് വിളിച്ചിട്ടേ ആർക്കൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ടത് ചോദിക്കണ്ട. ചിക്കനിൽ എന്തൊക്കെ എണ്ണം ചോദിക്കും, എന്തൊക്കെ വാങ്ങണ്ടേ ചിക്കനില്. വീട്ടിലേക്ക് ഉമ്മാനെ ചോദിക്കാൻ പറയാല്ലേ. ഹലോ, അവിടെ വീട്ടിലാണ്. ഉമ്മാന്റെ അടുത്തേ ചിക്കനില് കറി വെക്കുമ്പോ എന്തൊക്കെ ഇടുന്നത് ചോദിച്ചിട്ട് 4 കിലോ ചിക്കൻ അത് ചിക്കനില് അമ്മനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ. അപ്പൊ അവിടെ സാധനങ്ങൾ വാങ്ങാൻ 4 കിലോ ചിക്കനില് എത്ര എന്തൊക്കെ സാധനങ്ങൾ ഇടുന്നത് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ആക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും. എടാ ഇന്നത്തെ ഇപ്പൊ തന്നെ ഇതാണ് വല്ലങ്ങി ടൗൺ ആണ്. എന്ത് സാധനങ്ങളും ധോണിക്ക് കളിയുണ്ട് പറഞ്ഞാൽ ആരാണ് ഇന്ന് ധോണിയല്ല, ഞങ്ങളെ കൂടുതലായിട്ട് ധോണിയുണ്ട്. വോളിബോൾ ധോണിയാണ്. അവനൊന്നും കളിക്കാതെ എന്താ ഇതിന്റെ സ്റ്റിക്കർ വർക്ക് കഴിയോ? തമിഴ്നാട്ടിൽ എന്താ നടക്കുന്നത്, കേരളത്താണ് വീഡിയോ വിവാദത്തിന് കേരളത്തിലാണ് നടക്കാതെ. അവിടെ വണ്ടിയില്ലേ? മറ്റേ പോട്ടെ ഒരു ബൈക്ക് ഉണ്ട്, ഒരു ആഴ്ച. ഈ ബൈക്കില്ലേ സീനുണ്ട്, ഞാൻ കാലൊക്കെ നമ്മളോട് അമ്പിളി അതെടുത്തു. അവസാനം സാനിക്ക് വാങ്ങിച്ചല്ലേ പൊറോട്ട വിളിക്കുന്നു. ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക. നമ്മളിനി പച്ചക്കറി കടയിലല്ലേ? പച്ചക്കറി കടയിൽ പോയിട്ട് ലിസ്റ്റ് ആയിക്കട്ടെ. ലിസ്റ്റ് അയച്ചിട്ട് എന്തൊക്കെ വാങ്ങണം. ഇപ്പൊ ഞാൻ 790 അയക്കണായിരുന്നു. അതിൽ 660 ഞാൻ അയച്ചിട്ടുണ്ട്. ബാക്കി 130 രൂപ. അതും കൂടി കിലോ ലെമ്മല്ല വരുന്നുണ്ട്. മറ്റേതാണോ ബാബുവിന് കാറ് മാറ്റിയോ? ഹലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആരടാ ആര് തോറുണ്ട്? റംഷാന്റെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ബില്ല് അയച്ചെന്നുണ്ടായിരുന്നേ, എന്തൊക്കെ വാങ്ങണ സാധനത്തിന്റെ 4 കിലോന്റെയോ? 4 കിലോ മാങ്ങാണ്ടി മൂറ. ഈ സാധനം വാങ്ങിച്ചിട്ട് ഉടനെ പോവാൻ. എടാ അവിടെ എത്തിയിട്ട് മണി വിളിക്കാൻ പറഞ്ഞാണ്, ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നല്ല പോലെ ഈ സാധനം ബില്ല് വാങ്ങിച്ചിട്ട് വേണം പോവാൻ. ഒരു കാര്യം വീട്ടിലൊന്നും 4 കിലോ ചിക്കൻ അറിയുന്നത് ഞാൻ മറ്റേ റംഷാദ് പറഞ്ഞിട്ടുണ്ട്. റംഷാദ് എനിക്ക് ഗ്രൂപ്പിലെടുത്തപ്പോ കുഞ്ഞുമാന്റെ വിളിച്ച് ചോദിക്കുന്നത്. ആ പഴയ ബില്ല് നിന്റെ ഉണ്ടോ? ആ പഴയ ബില്ല് റംഷാദ് എനിക്ക് എന്റെ ബില്ല് റംഷാദ് ഉണ്ട്, അതാണ് നോക്കൊണ്ടിരിക്കുന്നത്. അവൻ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല 100 ഗ്രാം നെയ്യുന്നുണ്ട്. വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ ഇതിട്ടുള്ള തന്നെ വാങ്ങിയ പോരെ? ഇല്ല, തക്കാളി ചെറിയുള്ളി വന്നില്ല, പറഞ്ഞില്ല. 1/4 കിലോ പേടിപ്പിക്കാനായിട്ട്. അതവിടെ പത്തിരി പറയണം. എത്ര പത്തിരി പറയണം? അത് ആദ്യം വിളിച്ചു നോക്കിയ. നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം 25 പൊറോട്ടയും 50 പത്തിരി. വൈകിട്ട് 50 പത്തിരി വേണം പറഞ്ഞത്. എത്ര മണി? ഒരു 3 മണി അല്ലേ ചേച്ചി? ഒരു 25 പത്തിരിയും 25 പൊറോട്ടയും 50 പൊറോട്ട ഇല്ല പത്തിരി മതി. ഒരു 50 പത്തിരി, ഒരു 3-3.5. ഇവിടെ എത്ര? നമ്പർ 95 67 നമ്മുടെ അടുത്ത് വെച്ചോടാ. ഇതാ 72. ഇത് മറ്റേ മുളകാണ്. രാജേട്ടാ ഞങ്ങളിപ്പോ
ആ ഇതെത്രയാണ്? 203. അത് ചുമ്മാ ഒരു വീഡിയോ കൊടുക്കായിരുന്നു. അല്ല വീഡിയോ എടുക്കായിരുന്നു ചുമ്മാ. നിങ്ങളൊക്കെ പോയിട്ട് വീഡിയോയിൽ പെട്ടു. അത് ചുമ്മാ എടുത്ത തമാശ. ഇന്ന് ഒരു കൊല്ലം കൂടെ വരെ പോവാണ്. എടാ ഇതിന്റെ 150 കേട്ടോ. 150 കൊടുക്കണം പൈസ. ഇതിന്റെ 234 കിട്ടാം. 234 660. അപ്പൊ 230 കണക്കാക്കിയാൽ മതി. അപ്പൊ 800 ചുമ്മാ ഇത് നമ്മുടെ വീട്ടിലേക്കും ഉണ്ട്. മൊത്തത്തിൽ ഫുൾ പർച്ചേസ് ആണ്. അപ്പൊ ഞങ്ങള് ചിക്കൻ കാര്യങ്ങൾ പച്ചക്കറിയൊക്കെ പർച്ചേസ് കഴിഞ്ഞു. അപ്പൊ നമുക്കിത് ഇനി നമ്മുടെ ക്ലബിലെ നല്ല കുക്കാണ് ജിഗിൽ. അപ്പൊ ജിഗിലിന്റെ കയ്യിലേക്ക് സാധനം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ പർച്ചേസിങ് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജിഗിലെ ഒളിഞ്ഞു നോക്കുന്നു. എടുത്തൊന്ന് കയ്യിൽ വെച്ചാ പോരെ.